എറണാകുളത്ത് കൂടുതൽ ബംഗ്ലാദേശികൾ എത്തിയതായി സംശയം. ഇവരെ പിടികൂടാൻ കൂടുതൽ പരിശോധനകൾക്ക് പോലീസ് നടപടി തുടങ്ങി. ഇന്നലെ പിടികൂടിയ 27 പേരിൽ വിസ ചട്ടം ലംഘിച്ച 3 പേരെ ഉടൻ നാടുകടത്തും. ഇതര സംസ്ഥാനക്കാർ ഏറെയുള്ള എറണാകുളം റൂറൽ മേഖലയിൽ കൂടുതൽ ബംഗ്ലാദേശികൾ എത്തിയിട്ടുണ്ടെന്നാണ് സംശയം. വ്യാജ ആധാർ കാർഡുകളുമായി വന്നിരിക്കുന്ന ഇവരെ കണ്ടെത്തുക എളുപ്പമല്ല. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ കേന്ദ്രങ്ങളിൽ കൂടുതൽ പരിശോധനകൾ നടത്താനാണ് പോലീസിന്റെ നീക്കം. പറവൂരിൽ നിന്ന് 27 ബംഗ്ലാദേശികളെ പിടിച്ചതോടെ ചിലർ സ്ഥലം വിട്ടതായും വിവരമുണ്ട്. പറവൂരിൽ പിടിയിലായ 27-ൽ 3 പേർ വിസ ചട്ടം ലംഘിച്ച് താമസിച്ചവരാണ്. അതായത് വിസ കാലാവധി കഴിഞ്ഞും ഇവിടെ കഴിയുന്നവർ. അവരെയാണ് നാട് കടത്തുന്നത്. മറ്റ് 24 പേർക്കെതിരെയും നിയമ നടപടികൾ ഉണ്ടാകും. 6 മാസത്തിനുള്ളിലാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം വർദ്ധിച്ചത്. വ്യാജ ആധാർ കാർഡുമായി ഇന്ത്യയിലേക്ക് കടന്നവരിൽ കൂടുതൽ പേരുടെയും ലക്ഷ്യം കേരളമായിരുന്നു. മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യവും കൂലിയുമാണ് പ്രധാന കാരണം. പെരുമ്പാവൂരിൽ നിന്ന് ലൈംഗിക തൊഴിലാളിയായ യുവതിയെ പിടികൂടിയതോടെയാണ് എറണാകുളത്തെ ബംഗ്ലാദേശി സാന്നിധ്യം പോലീസ് മനസ്സിലാക്കിയത്. പിന്നീട് നടന്ന പരിശോധനകളിലാണ് ബംഗ്ലാദേശികൾ കൂട്ടത്തോടെ താമസിക്കുന്ന ലോഡ്ജ് തന്നെ കണ്ടെത്തിയത്. നുഴഞ്ഞു കയറിയവരിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും ഉണ്ടാകാനുള്ള സാധ്യത സുരക്ഷാ ഭീഷണിയും ഉണ്ടാക്കുന്നുണ്ട്. കേന്ദ്ര ഏജൻസികൾക്കും പോലീസ് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. വിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.